നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്ന ലോക മഹാന്മാരിൽ പ്രധാനിയായ ജവഹർലാൽ നെഹ്റുവിനെയാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ ശില്പിയും ലോക സമാധാനത്തിൻ്റെ വക്താവുമാണ് ജവഹർലാൽ നെഹ്റു. നെഹ്റു ലോക സമാധാനത്തിൻ്റെ വക്താവായിട്ടാണ് എന്നും അറിയപ്പെടുന്നത്. 1912 നെഹ്റുവിൻ്റെ രാഷ്ട്രീയ രംഗത്തെ പ്രവേശനം. 1916 അദ്ദേഹം മഹാത്മാഗാന്ധി ആദ്യമായി കാണുന്നത്. അതിനുശേഷം സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലായ്പ്പോഴും ഗാന്ധിജിയുടെ കൂടെ ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു. നെഹ്റുവിന് പലതവണ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. പല ഘട്ടങ്ങളിലായി 17 വർഷത്തോളം ജവഹർലാൽ നെഹ്റു ജയിൽവാസം അനുഷ്ഠിച്ചു. നെഹ്റു അധ്യക്ഷനായിരിക്കെ 1929 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമെന്ന സുപ്രധാന നയം കോൺഗ്രസ് ആവിഷ്കരിച്ചത്. 1937 പ്രൊവിൻഷ്യൽ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയത്തിലെത്തിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോൾ ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയുടെ സാംസ്കാരികവും വ്യവസായികവുമായ പുരോഗതിയുടെ അടിത്തറ പാകിയത് നെഹ്റുവാണ്. ചേരിചേരായ്മ അന്താരാഷ്ട്ര രംഗത്തെ പ്രശസ്തമായ ഒരു പദമാണ്. ഇതാവിഷ്കരിച്ചത് നെഹ്റുവാണ്. അന്നത്തെ ഈജിപ്തിലെ ഭരണാധികാരിയായ കേണൽ നാസറും യുഗോസ്ലോവിയയുടെ ഭരണാധികാരി മാർഷൻ ടിറ്റോയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചേർന്നാണ് 1961 ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ചത്. ഉത്തർപ്രദേശിലെ അലഹബാദിൽ 1889 നവംബർ 14 ജവഹർലാൽ നെഹ്റുവിൻ്റെ ജനനം. പിതാവായ മോത്തിലാൽ നെഹ്റു പ്രസിദ്ധനായ അഭിഭാഷകനും രാജ്യസ്നേഹിയുമായിരുന്നു. നെഹ്റുവിൻ്റെ വിദ്യാഭ്യാസം ഇംഗ്ലണ്ടിലായിരുന്നു. 1912 ബാരിസ്റ്ററായ അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. 1916 കമലാദേവിയുമായി നെഹ്റുവിൻ്റെ വിവാഹം നടന്നു. 1922 ജവഹർലാൽ നെഹ്റു അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി. ജവഹർലാൽ നെഹ്റു അമൂല്യമായ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള വ്യക്തിയാണ്. അച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പേരിൽ പ്രസിദ്ധമാണ് അദ്ദേഹം പുത്രിയായ ഇന്ദിരയ്ക്ക് ജയിലിൽ നിന്ന് എഴുതിയ കത്തുകൾ. ലോകചരിത്ര ദൃശ്യങ്ങൾ, ഇന്ത്യയുടെ കണ്ടെത്തൽ എന്നീ കൃതികളും ആത്മകഥയും ജവഹർലാൽ നെഹ്റു രചിച്ചിട്ടുണ്ട്. ജീവിച്ചിരിക്കെ തന്നെ ഇതിഹാസ പുരുഷനായി മാറിയ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 കുട്ടികളുടെ ശിശുദിനമായി ആചരിക്കപ്പെടുന്നു. ഇത് ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയുള്ള കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.